ഹായ് അസ്സലാമു അലൈക്കും. ഫസ്റ്റിൽ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ്, ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. ലാസ്റ്റിൽ എനിക്ക് നിങ്ങളോടൊരു സോറി പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷെയർ പൈനാപ്പിൾ പച്ചടിയാണ്. എല്ലാവരും ഇതൊരുപോലെ ആവില്ല ഉണ്ടാക്കുക. ബേസിക്കലി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ എന്നാലും എവിടെയെങ്കിലും ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കുക്കിംഗ് രീതിയിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ നന്നായി പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ഇതിലെ തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ആക്കണം ആദ്യം. അതിനുശേഷം ഓരോ സ്ലൈസിലെയും മുള്ളുകൾ കളയുക. ഈ മുള്ള് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഞാൻ കളയാറുണ്ട്. എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ പൊടിയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു തൃപ്തി ഉണ്ടാവില്ല അത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കളയാറുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലെല്ലാം കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം നൈസായി കട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായി ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ പൈനാപ്പിൾ മൊത്തം നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. അതിന് വേണ്ടി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ പീസ് ശർക്കര, ഒരു 1/2 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് വലിയൊരു പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. പിന്നെ 1/4 ടീസ്പൂണിന് താഴെ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് തരിതരിപ്പായി അരച്ച് വയ്ക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്ക് ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. തൈര് തന്നെ വേണമെന്നില്ല കേട്ടോ, മോരായാലും മതി. പക്ഷേ മോര് ഇതുപോലെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കാതെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മോരൊഴിച്ച് തേങ്ങ അരയ്ക്കുക. അത് പുളിയുള്ള മോരൊക്കെ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങയിൽ വെള്ളം ചേർക്കാതെ മോര് മാത്രം ഒഴിച്ചിട്ട് അരയ്ക്കുക. ഇത് നല്ല കട്ട തൈരായതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിലെ കട്ടയൊക്കെ അതുപോലെ കിടക്കുകയുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളിലെ വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് 1 മിനിറ്റ് ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങി വെച്ച് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ മുന്തിരി റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ പച്ചടി. എല്ലാവരും ഇതുപോലെയാണോ ഉണ്ടാക്കുന്നത് എന്നറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇത്. ഇവിടെ കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടമാണ്. മോൾക്കാണ് പ്രത്യേകിച്ച് ഈ പൈനാപ്പിൾ പച്ചടിയോട് പ്രിയം. ഇതുണ്ടാക്കാനും തന്നെ എളുപ്പമാണ്, അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ ഒരിത്തിരി സമയം വേണം, അത്രയേ ഉള്ളൂ. കുക്കിങ്ങൊക്കെ വേഗം കഴിയും. പിന്നെ ഇതുപോലെ ഒരിത്തിരി ലൂസായി ഇരിക്കുന്നതാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടിക്ക് നല്ലത്. പിന്നെ തേങ്ങ ചേർത്തതായതുകൊണ്ട് ചൂടാറി കഴിയുന്ന സമയത്ത് ഒരിത്തിരി തിക്നെസ് കൂടി വരും. പിന്നെ എല്ലാവരോടും വലിയൊരു സോറി കേട്ടോ. എന്താണെന്നറിയോ, കഴിഞ്ഞ കടായി ചിക്കൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് തന്തൂരി ചിക്കനിൽ നമ്മൾ ചെയ്ത പോലെ ചാർക്കോൾ പുകയ്ക്കുന്നുണ്ട്, പക്ഷെ ആ ഭാഗം മിസ്സായിപ്പോയി, സോറി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്തൂരി ചിക്കൻ്റെ ലിങ്ക് കൊടുക്കാം, അത് കാണുക കേട്ടോ. സോറി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.